പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഗുരുതര വീഴ്ച. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുൻപ് മൃതദേഹം വിട്ടുനൽകി. പാലക്കാട് മുണ്ടൂർ സ്വദേശി സദാശിവന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് ബന്ധുക്കൾക്ക് വിട്ടുനൽകിയത്. തുടർന്ന് രാത്രി വീട്ടിലെ പൊതുദർശനത്തിനിടെ മൃതദേഹം തിരികെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നത്. മുണ്ടൂർ സ്വദേശിയായ സദാശിവൻ എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം മരിക്കുകയുണ്ടായി. ചികിത്സയിലിരിക്കെ, അതായത് വിഷം കഴിച്ച് ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം മരിച്ചത്. അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് ബോഡി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ആ ബന്ധുക്കൾ മൃതശരീരം പൊതുദർശനത്തിന് വെക്കുകയും ഇന്ന് രാവിലെ സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടത്താൻ വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും നടത്തുന്നതിനിടെ ആശുപത്രിയിൽ നിന്ന് വീണ്ടും വിളി വരികയും തുടർന്ന് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും ഈ ബന്ധുക്കളിൽ നിന്നും വീണ്ടും ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സദാശിവന്റെ ബന്ധുക്കൾ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം 25-ാം തീയതി എൻ്റെ അളിയനാണ് അവർ പോയസം കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 7 മണിയാകുമ്പോൾ എന്നെ വിളിച്ചു. പാലക്കാട് കൊണ്ടുപോകണം പറഞ്ഞ് പാലക്കാട് കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയിരുന്നു. അഡ്മിറ്റാക്കി ഇതുവരെ എല്ലാ ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ എന്നമാതിരി 5 മണിയായപ്പോൾ ആൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ഫോൺ വന്നപ്പോൾ ഞങ്ങളെല്ലാം കൂടി സഹകരിച്ച് എല്ലാവരും കൂടി വരേണ്ടവരെല്ലാം ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിച്ച് നാളെ കിട്ടുമെന്നൊന്ന് എല്ലാ തയ്യാറെടുപ്പിലും ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വന്ന് എല്ലാം നിൽക്കുമ്പോൾ ഇവിടുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞു, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളിയും പറഞ്ഞു. ആംബുലൻസ് വരാൻ പറഞ്ഞു. ആംബുലൻസ് വന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി സ്ട്രെച്ചർ ഇതെല്ലാം കൊണ്ടുവന്ന് മറ്റേ ഫ്രീസറെല്ലാം കൊണ്ടുവന്ന് നമ്മളെല്ലാം ഇരുത്തി ഇന്ന് രാവിലെ 9 മണിക്ക് ബോഡി എടുത്ത് 10-10:30 ആകുമ്പോഴേക്ക് നമ്മൾ ശ്മശാനത്തിൽ എത്തിക്കേണ്ട ഒരു തീരുമാനത്തിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ വിളിച്ചിട്ട് ഇന്നമാതിരി ബോഡി തിരിച്ചു കൊണ്ടുവന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വേണം കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്താ കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടർമാർക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് കയറ്റിവിട്ടതാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ശ്മശാനത്ത് കൊണ്ടുപോയി ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് ഇതായപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നാണ്, പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നുള്ളതാണ് സൂചന വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ യാതൊരു രോഷവും ഒന്നുമില്ലാതെ ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് സഹകരിച്ച് കൊണ്ടുപോയത്. നിങ്ങളാകെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അല്ലേ? കാരണം ഒന്നാമത് ഒരു കുടുംബത്തിലെ ഒരാൾ മരിച്ച അതിൻ്റെ ദുഃഖത്തിലായി 10-200 പേര് കൂടി നിൽക്കുന്ന സമയത്ത് അവർ റിട്ടേൺ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ കുട്ടിയും കുടുംബവും എല്ലാവരുമായിട്ട് അവർ കരഞ്ഞു നിൽക്കുകയല്ലേ. ആ സംഭവത്തിലാണല്ലോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്രണ്ടും മറ്റൊക്കെയായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് വീഴ്ച പറ്റിയെന്നുള്ളതാണ് പറയുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ആംബുലൻസ് വിട്ട് തരാം, തിരിച്ച് നിങ്ങൾ ആംബുലൻസ് അങ്ങോട്ടും എത്തിച്ചേരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് ആംബുലൻസ് വിട്ട് തന്നത്. അപ്പോൾ ഇവർ നേരെ തന്നെ കോങ്ങാട് പോലീസായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസ് മുഖാന്തരം കൊണ്ടുവരാനുള്ള ഏർപ്പാടാണ്. ഇത് നിരന്തര വീഴ്ചയാണ്. ജില്ലാശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ടുള്ള വീഴ്ചയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഇതേ സ്ഥലത്ത് തന്നെയാണ് മുണ്ടൂർ എന്നുള്ളൊരു പെൺകുട്ടി പ്രസവത്തിന് മരിക്കാനിടയായി. 19-ാമത്തെ ദിവസം കുഞ്ഞ് ഇവിടെ നിന്നുള്ള അപാകത കാരണം ഒരു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് അമ്മ മരിക്കുകയും കുഞ്ഞ് രക്ഷപ്പെടുകയുണ്ടായി. ഇതിനു മുമ്പ് ഇതേ ജില്ലാ ആശുപത്രിയിൽ ഒരു കുഞ്ഞിൻ്റെ കൈ മുറിക്കുകയുണ്ടായി. നിരന്തരം വീഴ്ചയാണ് ജില്ലാ ആശുപത്രിയിൽ. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മരിച്ചിട്ടുള്ള സദാശിവൻ ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പോലും ശാന്തിയില്ല. അത്തരത്തിലാണ് അവർ ഒരു ബോഡിയെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജില്ലാ ആശുപത്രിയിൽ മരിച്ചു കിടക്കുന്ന ഒരു ആത്മാവിന് പോലും ശാന്തി കിട്ടാത്ത ഒരു ആശുപത്രിയായി ജില്ലാ ആശുപത്രി മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു അസുഖം വന്നാൽ വരാൻ പേടിയാണ്. സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന ജില്ലാശുപത്രി അതപ്പതിച്ചുകൊണ്ടും നമ്പർ 1 കേരളത്തിൽ ഇത്തരത്തിലുള്ള ആശുപത്രികൾ കൊണ്ടാണോ നമ്പർ 1 ആയത് എന്നിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾ പ്രധാനമായിട്ടും പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു മരിച്ച വ്യക്തിയോട് പോലും നീതി കാണിക്കാത്ത തരത്തിൽ ഒരു മൃതദേഹം ആദ്യം വിട്ടു നൽകുന്നു, പിന്നെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിയാണ് ഇവരെ അവിടെ നിന്നും ആ ബോഡി ഇങ്ങോട്ടേക്ക് പാലക്കാട് ജില്ലാശുപത്രിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ആ മരിച്ച സദാശിവന്റെ ബന്ധുക്കൾ പറയുന്നത്.